ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് റെസിനേറ്റ് ആവും. എപ്പോൾ തൊട്ടാണ് കാണുന്നത് അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് അത് കാണാനുള്ള സമയമായിട്ടുണ്ടെന്നാണ് അർത്ഥം. യാദൃശ്ചികമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ഇറ്റ്സ് യുവർ റീഡിങ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ട് ഓടി വരിക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് തുടങ്ങാം. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആൻഡ് അതിൻ്റെ ഭാവി എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. വളരെ നല്ല രീതിയിൽ വളരെ പെർഫെക്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടേത്. ആയിരുന്നു എന്ന് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ അങ്ങനെയല്ല അല്ലേ? പറയുമ്പോൾ വിഷമം വരുന്നുണ്ടാവും, സങ്കടം വരുന്നുണ്ടാവും, കരച്ചിൽ വരുന്നുണ്ടാവും, കണ്ണീര് ചിലപ്പോൾ കുടുകുടാന്ന് ഒഴുകുന്നുണ്ടാവും. അത് നിങ്ങളുടെ ഫീലിങ്സാണ്. അതെനിക്കിവിടെ കിട്ടുന്നുണ്ട്. എൻ്റെ മൈൻഡും ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. മനസ്സ് ശരിയാവുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനർജി സെറ്റായിട്ടിരിക്കുമോ, കരയാണ്ട് പോസിറ്റീവായിട്ടിരിക്കുമോ, എന്തെങ്കിലും വിഷമമായിട്ടുള്ളൊരു കാര്യം കേട്ടിട്ടുള്ള അതിൻ്റെ പിന്നാലെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ റീഡിങ് കാണുന്നത്. ആർക്കും അസൂയ തോന്നുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടേത്. അത്രയ്ക്കും നിങ്ങൾ സ്നേഹിച്ച് പ്രണയത്തിന് അതിരില്ല എന്നൊക്കെ പറയുന്ന പോലെ പ്രണയത്തിന് ഇത്രയും നല്ലൊരു ഹാപ്പിനെസ് പ്രണയത്തിൽ കൂടെ കിട്ടുമെന്ന് പോലും നിങ്ങൾ അറിഞ്ഞിരുന്നില്ല. കാരണം മേ ബി നിങ്ങൾ എക്സ്ട്രാ മെറിറ്റൽ അഫെയർ ആയിരിക്കും. നിങ്ങളുടെ ആദ്യത്തെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും അനുഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അത്രയും ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോയിരുന്ന ഒരു അവസരത്തിൽ വെച്ചിട്ടാണ് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫ് ബ്രേക്കായിപ്പോയത്. മനസ്സിലായോ? നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിട്ട് കൊതിച്ചവരുണ്ട്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് വേണം എന്ന് പറഞ്ഞ് കൊതിച്ചവരുണ്ട്. അത് നിങ്ങളുടെ കസിൻസ് ആയിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ആരുമായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ കുറച്ച് പേരെ അറിയുണ്ടാവുള്ളൂ. പക്ഷെ അവർ അസൂയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കണ്ണ് കിട്ടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്നേഹമൊക്കെ എവിടേക്കോ ഒലിച്ചു പോയിട്ടുള്ള ഒരവസ്ഥ, അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് കേട്ടോ നിങ്ങൾ. ചെറുപ്പം മുതലേ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു ആശ്വാസം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വ്യക്തിയെ കിട്ടിയത്. അപ്പോൾ നിങ്ങളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് കണ്ടെത്തി. പക്ഷേ എവിടെ നിന്നൊക്കെയോ ഒരു അടി വന്നു, ഒരു കണ്ണേറ് വന്നു. അത് നിങ്ങളുടെ വ്യക്തിയെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും ഭയങ്കരമായിട്ട് തളർത്തി.
ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ പരസ്പരം മിണ്ടില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. ഐ കോണ്ടാക്റ്റ് തന്നെ ചെയ്തിട്ട് നിങ്ങൾ ഒരുപാട് കാലമായി, അതായത് ഫേസ് ടു ഫേസ് നിങ്ങളുടെ കണ്ണുകൾ സംസാരിച്ചിട്ട് ഇപ്പോൾ കുറേ കാലമായി. നേരിട്ട് സംസാരിക്കാൻ സമയമില്ല. വേറൊരു സ്ഥലത്തേക്ക് വരാമെന്ന് പറഞ്ഞാൽ പിന്നെ നേരമില്ല, സമയമില്ല എന്ന് പറഞ്ഞാൽ അത് ബ്ലോക്കായിപ്പോയി. നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പം അറപ്പാന്ന് പറഞ്ഞ് മാറിപ്പോയവരുണ്ട്, ഇനി ഒരിക്കലും നമ്മൾ കാണില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഇതെല്ലാം നിങ്ങളെ ഒരുപാട്, അവരുടെ ചില തീരുമാനങ്ങൾ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോഴും നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഞാനത് അനുഭവിച്ച് തീർക്കുക, എങ്ങനെയാണ് ഞാനത് മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ഫീലിങ്സിൽ നിങ്ങളിപ്പോഴും ഇരിക്കുന്ന ഒരു ആളുകളായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, വിഷമിക്കണ്ട. നിങ്ങൾക്ക് കാത്തിരിക്കുന്ന ഒരു സംഭവമുണ്ട്, നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ അർഹതപ്പെട്ട ഒരു സംഭവമുണ്ട്. അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യുന്ന പറയുന്നത്. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു താക്കോല്, നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് നിങ്ങളെ ബാധിക്കുന്ന ഒരു താക്കോല് ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഉടൻ തന്നെ ഒരു റീയൂണിയൻ സംഭവിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഇനി അങ്ങോട്ട് ഇത്രയും കാലം അനുഭവിച്ചിരുന്ന സിറ്റുവേഷൻസാണ്, സ്ട്രഗിളിങ്സാണ്, ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെയൊക്കെ പോയിരുന്ന ആ ഒരു ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നോ കോണ്ടാക്റ്റ്, ബ്ലോക്കിങ്, അങ്ങനത്തെ സിറ്റുവേഷൻസ്. ഇനി സംഭവിക്കാൻ പോകുന്ന ഫ്യൂച്ചറാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു സെലിബ്രേഷൻ കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി, നിങ്ങൾ സ്നേഹിച്ച വ്യക്തി എന്നും നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ നെഞ്ചോട് ചേർന്ന് ആ നെഞ്ചിൽ തല ചായ്ച്ച് കിടന്നുറങ്ങണം, എന്നും എനിക്കെൻ്റെ കൂടെ ഒപ്പം, എന്ത് വിഷമം വന്നാലും ആ നെഞ്ചിൽ തലചായ്ച്ച് എനിക്കതൊന്ന് പറഞ്ഞ് കരയണം എന്നാഗ്രഹിച്ചിട്ടുള്ള ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് റീ എൻട്രി ചെയ്യാൻ പോവാണ്. ആ വ്യക്തിക്ക് സെയിം ഫീലിംഗാണ്. നിങ്ങളില്ലാതായപ്പം ആ വ്യക്തി ഒന്നും അല്ലാതായിപ്പോയി, സീറോ ആയിപ്പോയി, ലൂപ്പിൻ്റെ ഉള്ളിൽ പെട്ട പോലെയായി. ചുറ്റും നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, ഇരുട്ട് മാത്രം. എപ്പോഴും നിങ്ങളെ തന്നെ സ്വപ്നം കണ്ട് ഉറക്കമെണീക്കുക. പാസ്റ്റിൽ കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും അവർ റിവൈൻഡ് ചെയ്ത് മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെ കാണുന്നതും നിങ്ങൾ കൂടിച്ചേരുന്നതും നിങ്ങൾ ഒന്നാവുന്നതും ഒക്കെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതെല്ലാം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതന്നെയാണ് അവരുടെ പണി. ഇപ്പം എത്ര കാലമായിട്ട് നിങ്ങൾ കാണാതിരിക്കുന്നുണ്ടോ അത്രയും കാലം ഇതെന്നെ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ഒന്നിച്ചുള്ള നിമിഷങ്ങൾ, നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ്, നിങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നത്, നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്, കളിക്കുന്നത്, തമാശ പറയുന്നത്, കൈ പിടിച്ചിരിക്കുന്നതൊക്കെ അവർ മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കുക, വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും വീണ്ടും അത് അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ചിലപ്പോൾ അതൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ പണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെടുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇനി അത് ലഭിക്കണം എന്നൊന്നും ചിലപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവരത് എനിക്ക് ഇനിയും വേണം, ഇനി വേണം എന്നുള്ളൊരു ചിന്തയിലാണ്. അപ്പോൾ അത് അട്രാക്റ്റ് ചെയ്ത് വരുന്നുണ്ടെന്നാണ് വാസ്തവം. അവരത് ചിന്തിച്ചു, അത് അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പോവാണ്. ബിക്കോസ് യു അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പോവാണ്. അത് ഒരു വലിയൊരു സെലിബ്രേഷനിൽ കൊണ്ടെത്തിക്കും. നിങ്ങൾ തമ്മിൽ നന്നായി അത് എൻജോയ് ചെയ്ത് ആഘോഷിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റിൽ കൊണ്ടെത്തിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരൊരു ഉറപ്പ് തരികയാണ് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ അവരിനി ഉണ്ടാവും, ഒരിക്കലും വിട്ടുപോവില്ല എന്നുള്ള ആ ഉറപ്പ് നിങ്ങൾ ആഘോഷിക്കുന്നതായിരിക്കാം. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണുന്നുണ്ട്. ആ ഒരു ഡബ്ലിങ് സിറ്റുവേഷനൊക്കെ അവരുടെ ലൈഫിൽ നിന്നും മാറിപ്പോയി. ആ ഒരു ഡബ്ലിങ് സിറ്റുവേഷനൊക്കെ, ഇതെനിക്ക് റിവേഴ്സാണ് കിട്ടിയത് കേട്ടോ. ഈ ഡബ്ലിങ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. എനിക്ക് റിവേഴ്സാണ് കിട്ടിയത്, നിലത്തേക്ക് വീഴുകയാണ് ചെയ്തത്. അപ്പോൾ അത് റിവേഴ്സ് ആവുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഒരു ഡബ്ലിങ് സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ്ലി പോയി. ഓൺലി യു, അതാണ് അവരുടെ മെയിൻ ഇൻറ്റൻഷൻ. നിങ്ങളുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ്, നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്നേഹം, നിങ്ങളുമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ആ സമയങ്ങൾ അവരൊരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതൊരിക്കലും ആർക്കും വിട്ടുകൊടുക്കാം. നിങ്ങൾ മറ്റൊരാൾ വിവാഹം കഴിക്കുന്നതോ അവരെ മറ്റൊരാൾ വിവാഹം കഴിക്കും, നിങ്ങൾക്കൊരിക്കലും ആലോചിക്കാൻ കൂടി പറ്റാത്തൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആലോചിക്കാൻ കൂടി പറ്റാത്തൊരു സാഹചര്യമാണ്. ആ സിറ്റുവേഷൻസിലേക്ക് ഒരിക്കലും നിങ്ങളെ കൊണ്ടെത്തിക്കില്ല. നിങ്ങൾക്ക് എന്തിനാണ് കുറവുള്ള, ഫിനാൻഷ്യലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അവർ തയ്യാറാണ്. നിങ്ങളെ വളരെയധികം ഹോപ്പ്ഫുള്ളായിട്ട് നിങ്ങളുടെ കരിയറിൽ നിങ്ങളെ ഉയർത്തിയെടുക്കാൻ, നിങ്ങൾക്കൊരു നല്ല ജോബ് തന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് ഇട്ട് തന്ന് നിങ്ങളെ അതിൽ ഗ്രോ ആക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഹാപ്പി ആക്കിയിട്ട് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്
ഒരു സെലിബ്രേഷൻ മോഡാണ് കാണുന്നത്. നിങ്ങൾ ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്തതിനും ഇത്രയും കാലം സങ്കടപ്പെട്ടതിനും ഇത്രയും കാലം വിഷമിച്ചതിനും ഒക്കെ ഒരു റിസൾട്ട് കിട്ടാൻ പോവുകയാണ് എന്നാണ് കാണുന്നത്. ഒറാക്കിൾ മെസ്സേജസ് നോക്കാം. ഇതൊക്കെയാണ് നിങ്ങളുടെ ബന്ധത്തിലെ ഫ്യൂച്ചർ. ഇനി നമുക്ക് ഏഞ്ചൽസ് എന്തൊക്കെയാണ് ഒറാക്കിൾ കാർഡ്സിലൂടെ പറയുന്നതെന്ന് നോക്കാം. സക്സസ്, ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ യു ഗൈസ്. കാരണം നിങ്ങൾ ഏത് രീതിയിലാണ് സക്സസ്സിനെ കാണുന്നത്, ഏത് രീതിയിലാണ് നിങ്ങളുടെ ലൈഫിനെ മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കാറ് നമുക്ക് ബാഡായിട്ടുള്ള രീതിയിൽ ഓടിക്കാം, ഗുഡായിട്ടുള്ള രീതിയിൽ ഓടിക്കാം, അല്ലേ? ഡ്രൈവ് ചെയ്യാം. ബാഡായിട്ടുള്ള രീതിയിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇങ്ങനെയും കറങ്ങി മറഞ്ഞും ചീറിപ്പാഞ്ഞും കുത്തനെ ഓടിച്ചും വളഞ്ഞനെ ഓടിച്ചും ഹൈ സ്പീഡിൽ ഓടിച്ചും ഒക്കെ നമുക്ക് കാർ ഓടിക്കാം. എന്നാൽ സ്ലോയിൽ പതുക്കെ നോർമലായിട്ട് ആളുകൾ പോകുന്ന പോലെ കാമായിട്ട് ഓടിക്കാനും പറ്റും. അപ്പോൾ ഏതൊരു കാര്യവും നല്ല രീതിയിലും പൊട്ട രീതിയിലും വളച്ചോടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് അഫേം ചെയ്ത് പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കുന്നത് പോലെ ഇരിക്കും നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഹാപ്പി ആക്കിയിട്ട് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോവുകയാണെങ്കിൽ, നെഗറ്റീവ്സിനെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്ത് ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോവുകയാണെങ്കിൽ ആ സക്സസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നുണയാൻ പറ്റും, അല്ലെങ്കിൽ ആഘോഷിക്കാൻ പറ്റും. അത് വളരെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഹെൽപ്ഫുൾ പീപ്പിൾസിൻ്റെ സഹായം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. യൂണിവേഴ്സ് കൊണ്ടുതരുന്ന കുറേ പീപ്പിൾസ് നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവുന്ന പറയുന്നത്. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ഹാപ്പി ആയിട്ടുള്ള വേയിലൂടെ നിങ്ങളെ കൊണ്ടുപോകുമെന്ന് കാണിക്കുന്നുണ്ട്. എത്രയധികം ബുദ്ധിമുട്ടുള്ള സാഹചര്യം വന്നാലും നിങ്ങൾക്ക് ഒരു പീസ്ഫുൾ റെസൊല്യൂഷൻ ആയിരിക്കും അറ്റ് ലാസ്റ്റ്, അറ്റ് ദ എൻഡ് എന്ന് പറയുന്നത് വളരെ പീസ് ആൻഡ് കാം ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. സോ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പെട്ടെന്ന് തന്നെ അർജൻറ്റായിട്ടുള്ള ഒരു മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ യു വിൽ ഗെറ്റ് സക്സസ്. നിങ്ങൾക്ക് സക്സസ് ആയിട്ടുള്ള ഒരു വലിയ ഒരു അനുഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. 2 കാർഡ്സേ കിട്ടിയുള്ളൂ. ഏഞ്ചൽസ് മെസ്സേജസ്. ജെ വെച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടേത്. ജെ വെച്ചിട്ടുള്ള ഒരു പേരൊക്കെ കാണുന്നുണ്ട്. ആൻഡ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങൾക്ക് അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര ചിലപ്പോൾ ലേഡി ആയിരിക്കാം, ജെന്നായിരിക്കാം. ഭയങ്കരമായിട്ട് നിങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. ലൈഫിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നൊരു വ്യക്തിയായിരുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ അടുത്തത്. ഹോം ഫീലിങ്സ് ഭയങ്കരമായിട്ട് കൂടുതലുള്ളൊരു വ്യക്തിയാണ്. അമ്മ, വീട്, നമ്മുടെ നാട്, നമ്മുടെ റേഷൻ കട എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിരിക്കാം. സോ അതൊക്കെ കൊണ്ട് തന്നെയാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തത് കേട്ടോ. എച്ച് വെച്ചിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. ലവ് ആൻഡ് കാം ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. വളരെ ലവബിളായിട്ടുള്ള, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, ആരെന്ത് പറയുന്നത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് മറ്റൊരാൾക്കത് പറ്റിയതും. സോ നിങ്ങൾക്കിനി നിങ്ങളുടേത് മാത്രമാക്കി ആ വ്യക്തിയെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അത് നിങ്ങൾ ശ്രമിക്കണം. പല കോൺഫ്ലിക്ട്സുകൾ ലൈഫിലുണ്ടാവും. അപ്പോഴൊക്കെയും വളരെ പോസിറ്റീവായിട്ടും സ്ട്രോങ് ആയിട്ടും വളരെ ഹാപ്പി ആയിട്ടും ആ ഒരു കാര്യങ്ങളെയൊക്കെ എടുക്കുക, മുന്നോട്ട് ഹാപ്പി ആയിട്ട് നീങ്ങുക. എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ കൂടിച്ചേർന്ന് ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പം വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു പീസ്ഫുൾ റെസൊല്യൂഷൻ, അതൊരു പീസ്ഫുൾ എൻഡിങ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ഓരോ മൊമെൻറ്റ്സും നിങ്ങളിനി എൻജോയ് ചെയ്യാൻ പോവാണ് ഗൈസ് ഫ്യൂച്ചറിൽ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. ഒരു ടച്ച് പോലും നിങ്ങളെ വളരെയധികം ഉണർത്തുന്ന, ഉന്മേഷവാനാക്കുന്ന ആളുകളാണ് നിങ്ങൾ. അവരുടെ ഒരു സാമീപ്യം നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടാൻ പോവാണ്, നിങ്ങൾ അനുഭവിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക, അത് വിശ്വസിക്കുന്നു എന്ന് പറയുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, പ്രെയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 3 ചാനൽസ് ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ആ 3 ചാനൽസും സബ് ചെയ്ത് കൂടിക്കൊള്ളുക. കണക്റ്റീവായിട്ടുള്ള റീഡിങ്സ് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ടാണ്. എല്ലാ വീഡിയോസും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ ഹെഡിങ് കൊടുത്തിട്ടില്ല, അതിൻ്റെ താഴെ ഒരു മോറ് കാണും, MORE. ആ മോറ് ഞെക്കി കഴിഞ്ഞാൽ
അതിൻ്റെ താഴെ വീണ്ടും ഒരു മോറ് കാണാം. ആ മോറ് ഞെക്കിക്കഴിഞ്ഞാൽ ഓരോ ചാനൽസിൻ്റെ പേരും പബ്ലിഷ് ചെയ്യുന്ന ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ചാനൽസിൻ്റെ അതുമ്മേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരോ ചാനൽസ് കിട്ടും. അപ്പോൾ അതിൽ സബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. ജസ്റ്റ് കണ്ട് മാത്രം പോകരുത് കേട്ടോ, ഒന്ന് സബ് ചെയ്തിട്ട് പോണേ. ലൈക്ക് ചെയ്യും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.